ഹലോ ഓൾ, കുറച്ച് ദിവസങ്ങളായിട്ട് വളരെ തിരക്ക് പിടിച്ചതും എക്സൈറ്റഡ് ആയിട്ടുള്ള ഡേയ്സാണ് കടന്നുപോയത്. അതിനിടക്ക് നല്ല കനത്ത മഴയുമാണ്. മഴയാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്തണമല്ലോ. അതുകൊണ്ട് കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മളൊരു സംഭവം കണ്ടുപിടിച്ചു. ഒരു ഗിഫ്റ്റ് വാങ്ങാനാണ് നമ്മൾ ആദ്യം പോയത്. ഈ പീസ് ഇത് പക്ഷേ ആ ഡിസ്പ്ലേ പീസ് മാത്രമേ ഉള്ളൂ. മലയാളികൾ പൊതുവേ ഡിസ്പ്ലേ വെച്ച സാധനം എടുക്കാറില്ലല്ലോ, അതുകൊണ്ട് മാത്രം അതിന് ഒഴിവാക്കി. പിന്നെ ഈ കുക്ക് ടോപ്പൊക്കെ നോക്കി, പക്ഷേ ഇതൊന്നും അല്ല എടുത്തത്, വേറൊരു സാധനമാണ് എടുത്തിട്ട് വന്നത്. അത് കഴിഞ്ഞ് തിരിച്ച് രാത്രിയായപ്പോൾ വീടെത്തി. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, നാളെ രാവിലെ എനിക്ക് ഫംഗ്ഷന് പോകണം. ഇട്ടിട്ട് പോകാനുള്ള ഡ്രസ്സ് തയ്ച്ചിട്ടില്ല. ഞാൻ തന്നെ തയ്ക്കാമെന്ന് വിചാരിച്ചതുകൊണ്ട് ആ തുണി നല്ല ഫ്രഷ് ആയിട്ട് അവിടെ തന്നെ ഇരിക്കുമായിരുന്നു. അങ്ങനെ വേഗം തന്നെ ലൈനിങ് അങ്ങ് കട്ട് ചെയ്തു, നല്ല തുണിയിലേക്ക് അങ്ങ് വെച്ച് അങ്ങ് ധൃതി പിടിച്ചങ്ങ് വെട്ടി. ക്രോപ്പ് ടോപ്പാണ് ഞാൻ തയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. നാളെ രാവിലെ ഇട്ടിട്ട് പോവുകയും വേണം. പിന്നെ നമ്മളത്തെ പ്രൊഫഷണലും അല്ല, അതുകൊണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. സ്കേർട്ട് ഞാൻ ഓൾറെഡി തയ്ച്ചതാണ്, അപ്പോൾ ഈ ടോപ്പ് മാത്രം തയ്ച്ചാൽ മതി. പക്ഷേ ടോപ്പിന് തന്നെ അത്യാവശ്യം നല്ല ടൈം എടുത്തായിരുന്നു. അത്ര എക്സ്പേർട്ടൊന്നും അല്ലാത്തത് കൊണ്ട് ഇൻപെർഫെക്ഷൻസും തെറ്റിപ്പോലും അഴിക്കലും പിടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതിനൊക്കെ ഒടുവിലാണ് ഏകദേശം തയ്ച്ച് ഒപ്പിക്കാൻ ശ്രമിക്കുന്നത്. സ്ലീവ്ലെസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ സ്ലീവ്ലെസ്സിന് വേണ്ടിയിട്ടുള്ള സൈഡിലെ പൈപ്പിംഗ് വെച്ചുകൊണ്ടിരിക്കുകയാണ്. പൈപ്പിംഗ് അല്ല, ക്രോസ് പീസ്. അത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഷോൾഡർ അങ്ങ് വൃത്തിയായി തന്നെ ടോപ്പ് അങ്ങ് റെഡി ആവുമല്ലോ. സ്ലീവ്ലെസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു എഡ്ജ് നല്ല വൃത്തിക്ക് ഇരിക്കണമല്ലോ. അതിൻ്റെ തത്രപ്പാടുകളൊക്കെ ആയിരുന്നു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ വെച്ച സൈഡ് മാറിപ്പോലും മറിച്ചടിക്കലും തിരിച്ചടിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അഴിക്കുന്നു, പിന്നെയും തയ്ക്കുന്നു. ഇതൊക്കെ തന്നെ കുറേ നേരം എൻ്റെ ടൈം അങ്ങനെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ അനുഭവങ്ങൾ പാളിച്ചകൾ എന്നാണല്ലോ. അങ്ങനെ അടിക്കുന്നു അഴിക്കുന്നു, അടിക്കുന്നു അഴിക്കുന്നു. ഇതൊരു ക്ലീശേ സംഭവമായി തുടങ്ങിയപ്പോൾ പിന്നെ എക്സ്പേർട്ടായിട്ട് അഴിക്കാൻ നോക്കിയതാണ്. മെയിൻ തുണി അങ്ങ് കീറിപ്പോയി. പക്ഷേ ഞാൻ പാച്ചപ്പ് ചെയ്തു. ഞാൻ അതിന് മിടിക്കുക, എൻ്റെ തുണി തന്നെയല്ലേ, ഞാനത് നോക്കാൻ. അതുകൊണ്ട് ഞാൻ നൈസായിട്ട് അങ്ങ് അടിച്ചങ്ങ് വെച്ചു. അത് വലിയ വൃത്തികേടായിട്ടൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല, ആരും പറഞ്ഞില്ല. അതുകൊണ്ട് സമാധാനം. പിന്നെ ഞാൻ വിചാരിച്ചതിൽ നേരത്തെ എൻ്റെ ടോപ്പിൻ്റെ പണിയും കഴിഞ്ഞു. അപ്പോൾ കുറച്ച് അലങ്കാരപ്പണി ചെയ്യാമെന്ന് ഓർത്തു. ഇതും വലിയ പിടുത്തമൊന്നുമില്ല. രാത്രിയായപ്പോൾ കുഞ്ഞു ഷുഗർ ബീഡ്സും കട്ട് ബീഡ്സൊക്കെ ഞാൻ വലിയ സൂചി വെച്ച് കോർക്കാനൊക്കെ എടുക്കുമായിരുന്നു. മുത്തതി കൂടെ ഇറങ്ങില്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരു മുത്തുമാലയൊക്കെ പൊട്ടിച്ച് അതിൻ്റെ മുത്തെടുത്ത് അതിവിദഗ്ധമായൊക്കെയാണ് ഞാൻ ആ ഹാങ്ങിങ്സൊക്കെ ഒപ്പിച്ചത്. പക്ഷെ ഒപ്പിച്ചു. ഓക്കെ, നമുക്കിനി നമ്മുടെ അതിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് ഞാൻ തയ്ച്ച എൻ്റെ ക്രോപ്പ് ടോപ്പ്. ഈ മണികിണിയൊക്കെയാണ് ഞാൻ ആ മുത്തുമാല പൊട്ടിച്ച് വെച്ചത്. ബാക്കിൽ ഞാൻ സിബാണ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. സ്ലീവ്ലെസ് ആയിട്ട് ക്രോപ്പ് ടോപ്പാണ്. ഇതാണ് അതിൻ്റെ സ്കേർട്ട്. സെയിം മെറ്റീരിയൽ തന്നെയാണ്. സ്കേർട്ടിന് വൈറ്റ് ആയിരുന്നു. ഇനി നമുക്ക് ഇട്ട് നോക്കാം. ഇതാണ് ഫൈനൽ ലുക്ക്. ഒരു പച്ച കമ്മലും പച്ച പൊട്ടുമാണ് ഞാനിതിന് പെയർ ചെയ്തിരിക്കുന്നത്. വൈറ്റ് ആയതുകൊണ്ട് പിന്നെ എന്തും പോവുമല്ലോ. സ്റ്റിച്ചിങ്ങിനൊന്നും അത്ര പെർഫെക്ഷൻ ഇല്ല. എങ്ങനെയുണ്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻ്റായിട്ട് പറയണേ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഗ്യാങ്ങൊക്കെ എത്തിയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ബെസ്റ്റസ്റ്റ് ഫ്രണ്ട് കൃപ. കൃപയുടെ വീടിൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു ഫംഗ്ഷൻ. അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിനാണോ ഇത്ര കാര്യമായിട്ട് ഒരുങ്ങിയത്. സോറി, ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒരുങ്ങുന്ന കൂട്ടത്തിലാണ്. ഞാൻ +2 ബയോമാക്സ് എടുത്തത് കൊണ്ട് എനിക്ക് കിട്ടിയ ഒരേ ഒരു ഗുണമാണ് ഈ ഒരു നല്ല ഫ്രണ്ട്.